നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് നാണം കെട്ട് വരുന്ന മൂന്നാമത്തെ വിഭാഗമാരാ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, തജിബു മിൻ ശർരിൻ നാസി യൗമൽ ഖിയാമത്തി ഇൻദല്ലാഹ്. നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് ജനങ്ങളിൽ വെച്ച് ഏറ്റവും നാണം കെട്ടവനായ രീതിയിൽ നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് കിടന്ന മൂന്നാമത്തെ വിഭാഗമാരാ? റസൂലുള്ളാഹി പറയുന്നു, സ്വഹാബാ രണ്ട് മുഖമുള്ളവരുണ്ടല്ലോ, രണ്ട് മുഖമുള്ളവരുണ്ടല്ലോ, അവരാണ് നാളെ പരലോകത്തിലെ മൂന്നാമത്തെ നശിച്ചവരെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. എങ്ങനെയാണ് വരുന്നതെന്നറിയുമോ? ഉമർ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, മൻ കാന ലഹു വജ്ഹാനി ഫിദ്ദുനിയാ കാന ലഹു യൗമൽ ഖിയാമത്തി ലിസാനാനി മിനന്നാർ. നാളെ പടച്ചറപ്പിന്റെ പരലോകത്ത് ജനകോടികൾ മുഴുവനും നിൽക്കുന്ന ദിവസമുണ്ടല്ലോ, ആ ദിവസത്തിൽ പടച്ചവരെ ഒരു നശിച്ചവൻ വരികയാ, ഒരു വൃത്തികെട്ടവൻ വരികയാ. അവന്റെ നാവുണ്ടല്ലോ, രണ്ട് നാവുകളാ. അവന്റെ നാവുകൾ ഇങ്ങനെ വലിച്ചു കീറിയിട്ടുണ്ട്. അവന് രണ്ട് നാവാണുള്ളത്. തീയാലുള്ള നാവാ. തീയാലുള്ള നാവുമായി പിടിച്ച് അട്ടഹസിച്ചുകൊണ്ട് നാളെ പടച്ചറപ്പിന്റെ പരലോകത്തേക്ക് ഒരു വിഭാഗം കടന്നു വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എന്റെ ചെറുപ്പക്കാരാ ഒന്ന് ചിന്തിച്ചു നോക്കടാ പൊന്നുമോര്. ഉമ്മ അടുക്കളയിൽ നിന്ന് നിനക്ക് ചായ വെച്ചുകൊണ്ട് തരുമല്ലോ. ആ ചായ കൊണ്ടുവരുമ്പോ ആ ചായയിൽ നിന്നൊരൽപ്പമങ്ങാടം നിന്റെ ശരീരത്ത് വീണാൽ ആ ഗ്ലാസ്സിൽ നീ ഒന്ന് പിടിച്ചാ നിന്റെ കൈവെള്ളുമല്ലോ. അടുപ്പിൽ പടച്ചവനെ അതാ ചോറ് വെക്കുകയാണ്, കറി വെക്കുകയാണ്. അതിന്റെ മുകളിൽ ഒരു അടപ്പ് വെച്ച് അടച്ചു വെച്ചിട്ടുണ്ട്. അതെങ്ങാണമെന്ന് കൈകൊണ്ടൊന്ന് നീക്കുമ്പോ അടുക്കളയിൽ നിന്ന് വിളിച്ചു കൂവുന്ന ഉമ്മ. എങ്കിലും നാളെ പടച്ചറപ്പേ ഈ ദുനിയാവിലെ തീയക്കാല് 70 ഇരട്ടി പവറുള്ള നരകത്തിന്റെ തീയാലുള്ള നാവുമായി മുഖത്തുള്ള മാംസങ്ങൾ മുഴുവനും ഇങ്ങനെ വെന്തുരുകുകയാണ്. മുഖത്തുള്ള മാംസങ്ങൾ മുഴുവനും പടച്ചവരെ വെന്തുരുകുന്ന രീതിയില് പുഴുത്തുനാറി നാളെ പടച്ചറപ്പിന്റെ കോടതിയില് കടന്നു വരുന്ന മൂന്നാമത്തെ വിഭാഗമാരെന്നറിയുമോ? രണ്ട് മുഖമുള്ളവരാ. പടച്ചവനെ കാണുമ്പോൾ കയ്യിൽ പിടിച്ചിട്ട് പറയും, പടച്ചവനെ വല്ലാത്ത സ്നേഹപ്രകടനങ്ങളാണ്. പടച്ചവനെ കാണുമ്പോ അങ്ങനെയാണ് ഇങ്ങനെയാണ്, വല്ലാത്ത അഭിനയമാണ്. വലിയ സ്നേഹമുള്ളവനെ പോലെ, വലിയ ഈമാനുള്ളവനെ പോലെ, ആത്മാർത്ഥതയുള്ളവനെ പോലെ കാണുമ്പോ പടച്ചവനെ വലിയ സന്തോഷമാണ്. പക്ഷേ അങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാ ഈ പറഞ്ഞതിന്റെ നേരെ എതിരാ. അവിടെയും നിൽക്കും ഇവിടെയും നിൽക്കും. എന്നിട്ട് പടച്ചവനെ ഇടയിൽ കടന്നുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് പറഞ്ഞ് തമ്മിലടിപ്പിക്കുന്ന സ്വഭാവമുള്ളവരുണ്ടല്ലോ. കുടുംബങ്ങളെ തകർക്കുന്നവരുണ്ടല്ലോ, സ്നേഹബന്ധങ്ങളെ തകർക്കുന്നവരുണ്ടല്ലോ. അല്ലാഹുവേ, ഭാര്യ ഭർത്താക്കന്മാരെ രണ്ട് തട്ടിലാക്കുന്നവരുണ്ടല്ലോ. രണ്ട് മുഖമുള്ളവർ പടച്ചവനെ പലവതാ അല്ലാഹുവിന്റെ റസൂലാണ് പറഞ്ഞത്. അവരാണ് നാളെ പരലോകത്തിലെ മൂന്നാമത്തെ വൃത്തികെട്ടവനെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ചില ആൾക്കാരുണ്ട്, എന്നിട്ട് കാണുമ്പോൾ പറയും, എൻ്റെ പൊന്നാര അബൂബക്കർ ഹാജിയാരെ നിങ്ങൾ ആരാ പടച്ചോനെ, നിങ്ങൾ വലിയ ഹാജിയാരല്ലേ, നല്ല മനുഷ്യനല്ലേ, പള്ളിക്ക് കൊടുത്തില്ലേ, മദ്രസയ്ക്ക് കൊടുത്തില്ലേ. അല്ലാഹുവേ പടച്ചവനെ. അങ്ങോട്ട് മാറിയിട്ട് പറയും, മുതുകള്ളൻ, 5 പൈസ കൊടുക്കത്തില്ല, ഇവനെക്കാലും നക്കിയുണ്ടോ, ഇവ എന്തിനാ ഹജ്ജിന് പോയ പടച്ചവനെ, ഇവന് ചത്താ മതിയായിരുന്നു. രണ്ട് മുഖമുള്ളവർ അങ്ങോട്ടും ഇങ്ങോട്ടും നിൽക്കും, ഇടയ്ക്ക് പടക്കം കത്തിക്കും. അല്ലാഹു കാക്കുമാറാകട്ടെ, അല്ലാഹ് കാക്കുമാറാകട്ടെ. നാളെ പടച്ചറപ്പ് കൊണ്ടുവരൂടാ ചങ്ങാതി പരലോകത്ത്. യശനിയും പരദൂഷണവും ആവശ്യമില്ലാത്തത് മുഴുവനും പറഞ്ഞു പരത്തിയിട്ട് സുഖിക്കുന്ന ചില ആൾക്കാരുണ്ട്. ഒന്നാലോചിച്ചു നോക്ക്, നീ നാളെ എങ്ങനെ വരും അല്ലാഹുവിന്റെ കോടതിയിൽ?
അതിന്റെ ഭവിഷ്യത്ത് നീ ചിന്തിക്കുന്നില്ല. എത്ര കുടുംബങ്ങൾ നീ കാരണം തകർന്നുപോയി. ഭാര്യയും ഭർത്താവും തമ്മിൽ അകന്നുപോയി, കൂടപ്പറപ്പുകൾ തമ്മിൽ അകന്നുപോയി, ഏറ്റവും നല്ല കൂട്ടുകാർ തമ്മിൽ പരസ്പരം നീ അടിച്ചു പിരിപ്പിച്ചു. എന്നിട്ടൊരു സുഖം, ഒരാനന്ദം, രണ്ടെണ്ണത്തിനെ രണ്ട് തട്ടിലാക്കിയപ്പോൾ ഒരു സുഖം. ഭർത്താവിൻ്റെ വീട്ടിൽ ഭാര്യ. ചില അമ്മായി അമ്മമാർ അങ്ങനെയുണ്ട്, ചില ഉമ്മമാര് അങ്ങനെയുണ്ട്. സ്വന്തം മോന്റെ ജീവിതം തകർത്തിട്ട് അൽഹംദുലില്ലാഹ് ഹാപ്പി ആയിട്ടിരിക്കണ ഉമ്മമാരും ഉണ്ട്. അള്ളാഹു കാക്കുമാറാകട്ടെ. സ്വന്തം ഉമ്മമാര് തന്നെ സ്വന്തം മകന്റെ ജീവിതം തകർക്കും. പെണ്ണുമ്പിള്ളയുടെ നിന്റെ ഭാര്യ അവൾ അങ്ങനെ, പടച്ചവൻ അവൾ ഇങ്ങനെ, മറ്റേതാ മറിച്ചേതാ. എന്നിട്ട് മരുമോളെടുത്ത് പറയും, അല്ലാ മോളെ, പൊന്നുമോളെ, നീ എൻ്റെ മോളല്ലേ, നിന്നെ ഞാൻ പ്രസവിച്ചില്ലെന്നേ ഉള്ളൂ. വലിയ സ്നേഹപ്രകടനം. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രണ്ട് സ്വഭാവമുള്ളവർ അള്ളാഹു കാക്കുമാറാകട്ടെ. ഉറക്കപ്പറ അല്ലാഹു കാക്കുമാറാകട്ടെ. അള്ളാഹു നമ്മളെ കാക്കുമാറാകട്ടെ. നാളെ രണ്ട് നരകത്തിന്റെ നാവുകളുമായിട്ട് അള്ളാഹുടെ കോടതി വരും. മുഖത്തൊന്നും മാംസമുണ്ടാകില്ല. പുഴുത്ത് നാറിയവനെ പോലെ നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ അള്ളാഹു കാക്കുമാറാകട്ടെ. ഏഷണിയും പരദൂഷണവും അസൂയയും, ഒരാൾ നന്നാകുന്നത് മറ്റൊരുത്തന് കണ്ടുകൂടാ, എന്തെല്ലാം പറഞ്ഞു പരത്തും. എടാ, നിനക്ക് അവനെ പോലെ ആകാൻ കഴിഞ്ഞില്ലെങ്കിൽ മഹാനായ നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് ഹദീസിന്റെ കിതാബിൽ കാണാം, ഒരിക്കലും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടില്ലെന്നാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളിൽ പലരും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള കാരണം മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, യാ ഇബ്നു ആദം ലിമ തഹ്സുദു അഖാക, എന്തിനാണ് നീ അസൂയ വെക്കണേ? അള്ളാഹു ഒരുത്തന് പണം കൊടുത്തു, ഒരുത്തൻ അള്ളാഹു സൗന്ദര്യം കൊടുത്തു, ഒരുത്തൻ അള്ളാഹു പ്രഭാഷകനാക്കി, ഒരുത്തൻ അള്ളാഹു ആലിമാക്കി, ഒരുത്തൻ അള്ളാഹു വലിയ ഡോക്ടറാക്കി, എഞ്ചിനീയറാക്കി. നീ എന്തിനാടാ അസൂയ വെക്കുന്നേ? നീ എന്തിനാ അസൂയ വെക്കുന്നത്? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അള്ളാഹു അവനെ അനുഗ്രഹിച്ച ഒരു വ്യക്തി, അള്ളാഹു അനുഗ്രഹിച്ചവനെ നീ എന്തിനാണ് അസൂയ വെക്കുന്നത്? ഒരുത്തൻ അള്ളാഹു സമ്പത്ത് കൊടുത്തെങ്കിൽ അള്ളാഹുവിനെ അനുഗ്രഹിച്ചതല്ലേ സമ്പത്ത് കൊടുത്ത്, നീ എന്തിനാ അസൂയ വെക്കുന്നത്? അള്ളാഹ് നീ ചെയ്തത് ശരിയായില്ല, അള്ളാഹ് അതല്ലേ അതിനർത്ഥം. ഒരുത്തനിട പണങ്ങാണല്ലോ ചില ആൾക്കാര്. നമ്മുടെ കേരളത്തില് ഒരു കഥ പറയാറുണ്ട്. ഒരാളിങ്ങനെ ഒരാൾ നോക്കുമ്പോൾ ഒരു വലിയ സമ്പന്നനുണ്ട് ഒരു നാട്ടിൽ, ഒരു വലിയ സമ്പന്നനുണ്ട് ഒരു നാട്ടിൽ. ഈ മനുഷ്യൻ എപ്പോഴും അള്ളാഹുവിനോട്, അയാൾ നല്ല കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട്. ഈ മനുഷ്യൻ അള്ളാഹുവിനോട്, ഇവനാണെങ്കിൽ ഏറ്റവും പാവപ്പെട്ടവൻ, ഒന്നും ഇല്ലാത്തവൻ, പിച്ചക്കാരനെ പോലെ ഇരിക്കുന്നവൻ, ഏറ്റവും ദരിദ്രനാണ്. ഈ ദരിദ്രൻ ഈ പണക്കാരനെ നോക്കിയിട്ട് അള്ളാഹിനോട് ദുആ ചെയ്യുക, അള്ളാഹുവേ ആ അബൂബക്കർ ഹാജിയെ പോലെ എന്നെ ആക്കണേ അല്ലാഹ്. അബൂബക്കർ ഹാജി എന്ന് പറഞ്ഞാൽ ഏക്കർ കണക്കിന് ജാഗയുണ്ട്, ഇഷ്ടം പോലെ പൈസ ഉണ്ട്, എല്ലാത്തിനും കൊടുക്കും. ഈ അബൂബക്കർ ഹാജിയെ നോക്കിയിട്ട് ഒരുത്തം പറയുക, അള്ളാഹുവേ എന്നെ നീ അബൂബക്കറിനെ പോലെ ആക്കണേ അല്ലാ, എന്നെ നീ അബൂബക്കറിനെ പോലെ ആക്കണേ അല്ലാ, എന്നെ അബൂബക്കറിനെ പോലെ ആക്കണേ അല്ലാ, എന്നെ അബൂബക്കർ ഹാജിയെ പോലെ ആക്കണേ അല്ലാ. എപ്പോഴും ദുആ. പക്ഷെ ഇവനാവുന്നില്ല. ഇവൻ എത്ര ദുആ ചെയ്തിട്ടും അബൂബക്കർ ഹാജിയെ പോലെ പണക്കാരനാകുന്നില്ല. അപ്പൊ ഓൻ അള്ളാഹിനോട് പറയാ, ഞാൻ കുറെ കാലം കൊണ്ട് അള്ളാഹുവെ അബൂബക്കർ ഹാജിയെ പോലെ എന്നെ ആക്കണേന്ന് ദുആ ചെയ്തു, നീ സ്വീകരിച്ചില്ല. വിഷമോ ഇല്ല അള്ളാഹ്, എങ്കിൽ എന്നെ പോലെയെങ്കിലും അബൂബക്കർ ഹാജി ആക്കണേ തമ്പുരാനെ, നേരെ തിരിച്ച് പിച്ചക്കാരനാക്കണേ. ചിരിക്കാൻ പറഞ്ഞതല്ല, നമ്മളും അങ്ങനല്ലേ. ഓനെ എന്നെ പോലെയെങ്കിലും ആക്കി തമ്പുരാനെ, കുറച്ചിന് ഓനെ ഒന്ന് എത്തീങ്കാനലാക്കിയതല്ല. എന്തൊരു സന്തോഷല്ലേ ഓൻ എത്തീങ്കാനലായി കാണാൻ. എടാ പൊന്നാര ചങ്ങാതിമാരെ, അസൂയ. ആമിനായിക്ക് 2 നില വീട്, ഞാൻ ഇപ്പോഴും വാടക വീട്ടിലാണ് കിടക്കണേ. പടച്ചവനെ അല്ലേ, ഇതൊക്കെ നമ്മൾ ചിന്തിക്കാം.